ഭൂമധ്യരേഖയ്ക്ക് ലംബവും തിരശ്ചീനവുമായിരിക്കണം ഓരോ നിർമ്മിതിയും. ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഭൂമധ്യരേഖയ്ക്ക് ലംബവും തിരശ്ചീനവുമായിരിക്കണം ഓരോ നിർമ്മിതിയും. എന്ന് വെച്ചാൽ വാട്ടർ ലെവലായിരിക്കണം, തൂക്കായിരിക്കണം. അല്ലാത്ത നിർമ്മിതികൾ പാടില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. അല്ലാത്തവ ഈസിയായും സിമ്പിളായും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ചാന്ത് കനമാണ്. മോട്ടർ തിക്നെസ് സോളിഡ് ബ്ലോക്കൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ 2 ഇഞ്ച് വരെ കനത്തിൽ ചാന്ത് വിട്ടു പോകുന്നത് കാണുന്നുണ്ട്. ശരിയായ ഒരു പ്രാക്ടീസ് അല്ലത്. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററിന് കുറച്ച് മുകളിലായി കൃത്യമായി ലെവൽ ചെയ്ത് പരിക്കനിട്ട് കെട്ടാൻ ഉദ്ദേശിക്കുന്ന വാളിൻ്റെ 2 സൈഡിലും ഓരോ ബ്രിക്ക് വീതം സെറ്റ് ചെയ്ത് വാട്ടർ ലെവൽ നോക്കി തൻതൂക്കം നോക്കി ഒരു ചരട് കൂടി അതിൻ്റെ മുകളിലിട്ട് കട്ട പണിതാൽ ഒരു പെർഫെക്റ്റ് കൺസ്ട്രക്ഷനായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മറ്റൊരു കാര്യം, രാവിലെ തന്നെ നമ്മുടെ ഹെൽപ്പേഴ്സ് സൈറ്റിലെത്തി മല പോലെ മണൽ കൂട്ടും. അതിനുശേഷം ആവശ്യത്തിന് സിമൻറ്റും ചേർത്ത് വെള്ളമൊഴിച്ച് പരിക്കൻ അന്നത്തേക്കുള്ള പരിക്കൻ തയ്യാറാക്കി വയ്ക്കുന്ന ഒരു പ്രാക്ടീസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, സിമൻറ്റിനുള്ളിൽ വെള്ളമൊഴിച്ചാൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ മോട്ടർ അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്തോ ആയിക്കോട്ടെ അവ പ്ലേസ് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ യഥാർത്ഥ സ്ട്രെങ്ത് നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഓർത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്താണ് അടുത്തായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബ്രിക്ക് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് റാൻഡമായി 3 സാമ്പിൾ എടുത്തതിന് ശേഷം നല്ലൊരു സിവിൽ ലാബിൽ കൊണ്ടുപോയി അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നോക്കി മികച്ച ബ്രിക്ക് അല്ലെങ്കിൽ കട്ട അല്ലെങ്കിൽ സോളിഡ് ബ്ലോക്ക് ഏതാണോ അവ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുമെങ്കിലും ഈ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി 10 മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും.